വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫാമിനുള്ളിലെ കാഴ്ചകളാണ് കേട്ടോ. ഫാമിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പുല്ലുകളുണ്ട്, കുറച്ചധികം തെങ്ങുകളുണ്ട്. ഇവിടുത്തെ പുല്ലൊക്കെ ഒരുവിധം തീർന്നു കേട്ടോ. പിന്നെ ഫാമിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് പാടമുണ്ട്, അവിടുത്തെ പുല്ലും ഒരുവിധം കഴിയാറായി. അപ്പോൾ ഈ പുല്ലിൻ്റെ നമ്മൾ ദിവസം കുറച്ച് പോത്തുകളെ ഇവിടെ നിർത്തും. കുറച്ച് പേരെ തൊട്ടടുത്ത പാടത്ത് വിടും, അധികം പേരെ നമ്മൾ വേറെ ദൂരമുള്ള പാടത്തേക്ക് കൊണ്ടുപോകും. പിന്നെ ഇതിൽ 10 കുളങ്ങളുണ്ട് കേട്ടോ ഇവർക്ക് കുളിക്കാനായിട്ട്. ഇവർ പാടത്തുനിന്ന് നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഈ കുളത്തിലാണ് കുളി പാസ്സാക്കുക. ഇവർ കുറേ നേരം ഈ കുളത്തിൽ കിടന്നിട്ടാണ് തിരിച്ച് കയറുക. ഒരു 3 മണി 4 മണിയോട് കൂടിയിട്ട് അവിടെ നിന്ന് പാടത്തുനിന്ന് കയറി വന്ന് നേരെ കുളത്തിലിറങ്ങും ഇവരൊക്കെ. ഇത് കണ്ടോ 10 കുളങ്ങളുണ്ട്. ഇത് കഴിഞ്ഞാൽ ഈ കുളിയാണ്, അത് കഴിഞ്ഞാലാണ് അവരെ രാത്രി പിടിച്ച് കെട്ടുക. ഇത് ഫാമിനോട് ചേർന്നിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഫാമിൻ്റെ ഉൾവശമല്ല, അതിൻ്റെ പുറത്തായിട്ടുള്ള സ്ഥലം. ഇവിടെ പുല്ല് വരുമ്പോൾ നമ്മൾ ഒരാഴ്ചക്കിടയിൽ ഇവിടെ നിർത്തും. ഇതും ഫാമിനോട് ചേർന്നിട്ടുള്ളത് തന്നെ. ഇവിടെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ പുല്ല് വരാറുണ്ട്, അപ്പോൾ ഇവിടെ നമ്മൾ നിർത്താറുണ്ട് കുറച്ച് പേരെ. ഇത് ഫാമിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അവിടെ കമ്പനികൾ ഉണ്ട്, 1-2 കമ്പനികൾ വേറെ ഉണ്ട്. അതിൻ്റെ കമ്പനിയുടെ ഉൾവശത്ത് ഞങ്ങൾ അഴിച്ചു വിടാറുണ്ട് കമ്പനിയുടെ ഉള്ളിൽ. അതാണിത്. ഇതൊക്കെ ഫാമിൻ്റെ ഉൾവശമാണ്. ആ ഷെഡ് കാണുന്നതാണ് നമ്മുടെ പോത്തിന് നോക്കണ പയ്യൻ നിൽക്കണ ഷെഡ്. പല സ്ഥലങ്ങളിലാണ് നമ്മൾ നിർത്തണത്, കാരണം എണ്ണ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് വിടും. നമ്മൾ ഫാമിൻ്റെ ഉള്ളിൽ കുറച്ച് പേരെ വിടും, കുറച്ച് പേരെ ഫാമിൻ്റെ അടുത്ത് വിടും. അങ്ങനെ കുറച്ച് പേരെ വിടണത് എന്താ വെച്ചാൽ നമുക്ക് എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതൊക്കെ ഫാമിൻ്റെ ഉൾവശമാണ്. ഒരുപാട് പേര് എന്നോട് ചോദിക്കും എന്താ ഈ പോത്തിൻ്റെ കാര്യം ചെയ്യാൻ കാരണം. കുറേ വർഷമായിട്ടുള്ളവർക്ക് എന്നെ അറിയാം. അപ്പോൾ അവർ ചോദിക്കും എന്തിനാ ഈ പോത്തൊക്കെ നോക്കണേ. ജോലിയിലായിരുന്നപ്പോഴും എനിക്ക് പോത്തുകളുണ്ടായിരുന്നു. ഇപ്പോൾ ജോലി റിസൈൻ ചെയ്തിട്ട് 4-5 വർഷമൊക്കെ ആയി. ഇപ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി, എനിക്കിഷ്ടം ഈ പാടങ്ങളും തോടും ഇങ്ങനെയുള്ള പച്ചപ്പും ഇതൊക്കെയാണ് എനിക്കിഷ്ടം. ഒരിക്കലും ഒരു ഫ്ലാറ്റ് ജീവിതം, അങ്ങനത്തെ ലൈഫോ ടൗൺ ജീവിതം ഒന്നും എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം എപ്പോഴും ഇങ്ങനെയുള്ള ആടുകൾ, പോത്ത്, പശു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ ഈ പാടങ്ങളും തോടുകളും ഇതൊക്കെയാണ് എനിക്കിഷ്ടം. കുറേ പേരെ നമ്മൾ വീടിന് കുറച്ച് ദൂരെ പോയിട്ട് റോഡ് കടത്തി കൊണ്ടുപോകുന്ന സ്ഥലമാണിത്. ഇവിടെയൊക്കെ നന്നായി മഴ പെയ്തപ്പോൾ ഇഷ്ടംപോലെ വെള്ളം കവിഞ്ഞൊഴുകായിരുന്നു. ഇപ്പോൾ അത് വെള്ളം കുറഞ്ഞ്, നല്ല വേനൽക്കാലമായില്ലേ, ഇപ്പോൾ ചെറുതായി വെള്ളം പോകണുള്ളൂ. പിന്നെ ഈ കുറച്ച് നാൾ 2-3 മാസം കഴിയുമ്പോൾ ഈ പച്ചപ്പും ഇവിടെ നിന്ന് പോകും. ഇപ്പോൾ ഒരു ഉച്ചവരെ തിന്ന് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കിടക്കണ സമയമാണത്. ഈ ചാലിലിങ്ങനെ, ഈ ചാലല്ലായിരുന്നു ആദ്യം, നന്നായി നല്ല വീതിയിൽ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നല്ല വേനൽക്കാലമായപ്പോൾ വെള്ളമൊക്കെ വറ്റിയതാണ്. ഇഷ്ടംപോലെ വെള്ളമായിരുന്നു. പിന്നെ ഈ പാടെന്ന് പറയണത് ഈ അറ്റത്തുനിന്ന് അറ്റം വരെ ഇഷ്ടംപോലെ ദൂരമുണ്ട്. ഇത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ വീതി കുറഞ്ഞ് തോന്നാണ്. അറ്റം വരെ ഇതുണ്ട്. അത് കഴിഞ്ഞു അവിടെ നിന്ന് പാടത്തുനിന്ന് വൈകിട്ട് അവർ തിരിച്ച് വയറൊക്കെ നിറഞ്ഞ് എല്ലാവരും തിരിച്ച് റോഡ് കൂടെ നമ്മുടെ ഫാമിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. ഇവർ തന്നെ നടന്നവർക്ക് വഴി അറിയാം, നമ്മളെ പിന്നാലെ ഉണ്ടായാൽ മതി. ഇവർ തന്നെ അവിടെ നിന്ന് അവരെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നടന്ന് ഫാമിൻ്റെ അടുത്ത പാടത്തെത്തും. പിന്നെ നേരെ ഇവർ ഫാമിലേക്ക് കയറും. ഇത്ര എണ്ണത്തിന് നോക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ 20, 30, 40 ഒരു സൈഡിലേക്ക് നമ്മൾ ദൂരേക്ക് കൊണ്ടുപോയാലും അവർ വയറെന്ന് പറയുമ്പോൾ അവർക്ക് സ്ഥിരമല്ല. കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും. പിന്നെ ഇവർക്ക് കറക്റ്റ് വഴി അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വരിയായിട്ട് ഇങ്ങനെ ആ സമയമാകുമ്പോൾ അവർ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇങ്ങോട്ട് തിരിച്ചു പോരും. ഇവർക്ക് ആ വഴി കറക്റ്റ് അറിയാം. ഇവർ തിരിച്ചു പോന്ന് നമ്മുടെ ഫാമിൻ്റെ അവിടുത്തെ പാടത്തെത്തി പിന്നെ നേരെ അതിൽ കയറും. ഇവ എപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കിയാലും ഇവൻ ഇങ്ങനെ നിൽക്കും, വീഡിയോയുടെ മുന്നിൽ ഒരുപാട് നേരം നിൽക്കും. പിന്നെ നടക്കില്ല. ഇവൻ മാത്രമേ ഇപ്പോൾ നോക്കിയാലും ഇവൻ ഇങ്ങനെ നിൽക്കും. ഇവനെ നന്നായിട്ട് വീഡിയോ എടുക്കണം, എന്നാലേ ഇവൻ നടക്കുള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോഴേ ഇവൻ നടക്കുള്ളൂ. എപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാതിൽ ഇവൻ മാത്രം മാറി നിന്ന് ഇങ്ങനെ പോസൊക്കെ കാണിച്ചിട്ടാണ് പിന്നെ ഇവൻ പോവുള്ളൂ. ഇതാണ് നമ്മുടെ ഫാമിൻ്റെ തൊട്ടടുത്തുള്ള പാടം. നമ്മൾ ആ പാടത്തുനിന്ന് റോഡ് വഴി കടന്നിട്ട് നമ്മുടെ ഫാമിൻ്റെ തൊട്ടടുത്തുള്ള പാടത്തേക്കാണ് എത്തുക നേരെ. ഇവിടെ ഒന്നും തിന്നാൻ നിൽക്കില്ലേ, ഇതൊക്കെ ചെറിയ പാടമായി ഇവർക്ക്. അവിടെ നിന്ന് വലിയ പാടത്തുനിന്ന് വന്നിട്ട് ഇതൊന്നും പറ്റില്ല. ഇവിടെ കുറച്ച് നേരം നിൽക്കും, നേരെ ഫാമിലേക്ക് ഇവർ കയറും. ഇവിടെ ഒന്നും അധികം രാവിലെ ഒന്നും വിട്ട് കഴിഞ്ഞ് ഇവിടെ ഒന്നും നിൽക്കില്ല. ഈ പുല്ലൊന്നും അവർക്ക് പോരാ. രാവിലെ ഇവിടെ ഇറക്കി അതിലെ ആ സൈഡിൽ കൂടെ ഇങ്ങോട്ട് ഇറക്കി വിട്ട് ഇവർ നടന്ന് നേരെ റോഡിൽ കൂടെ അറ്റത്തെത്തും.
കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ നടന്ന് ഇനി അറ്റത്താണ് ഫാം. ഇവരെന്നെ തന്നെ നടന്ന് പോയിക്കോളും, നമ്മൾ കൂടി ഉണ്ടാവുമൊന്നും വേണ്ട. ചില ദിവസമാണ് 4-5 വരിയായിട്ട് കാണാണ്ട് ഇങ്ങനെ നടന്ന് പോവുക വേറെ സ്ഥലത്തേക്ക്. അല്ലെങ്കിൽ ഒന്നും നമ്മളൊരാളവിടെ നിൽക്കണമെങ്കിൽ ഒന്നും പ്രശ്നമില്ല. ഇവരിപ്പോൾ ഒക്കെ ഡീസൻ്റായി. ആദ്യമൊക്കെയാണ് ജാഥ കൂടി ഇടയ്ക്കൊക്കെ പോവാറ് ഇവർ. ഇപ്പോൾ അത് കുറച്ച് നേരം ഇവിടെ നിന്ന് തിന്ന് നേരെ ഫാമിലേക്കൊക്കെ കയറും. നമുക്ക് ഇടയിലൊക്കെ ഇങ്ങനെ എണ്ണം നോക്കണം. പിന്നെ ഇടയിൽ ഇങ്ങനെ വഴിതെറ്റി ഇവരിങ്ങനെ തെറ്റി പോകുന്നുണ്ടോ എന്ന് നോക്കണം. അവർ നമ്മളവിടെ ആൾക്കാർ തല പൊക്കി നോക്കി നമ്മളവിടെ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും പോവില്ല. നമ്മളെ കണ്ടില്ലെങ്കിൽ മാത്രമേ അവർ 4-5 ആളൊക്കെ ഇങ്ങനെ 5-10 ആളൊക്കെ ഇങ്ങനെ മാറി പോവുള്ളൂ. അല്ലെങ്കിൽ അവർ പ്രശ്നമൊന്നുമില്ല. വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനെ പോവുക. അവർക്ക് സ്ഥിരം വഴി പരിചയമായി കഴിഞ്ഞാലും പ്രശ്നമില്ല. അപ്പോൾ ഇത്ര പോത്തുക്കളെ എങ്ങനെ നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ 3-4 സ്ഥലത്താക്കിയിട്ട് അത്രയും ഇതായിട്ട് നോക്കും. ഇടയ്ക്ക് എണ്ണം നോക്കും, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കും. ആ പയ്യനെ എപ്പോഴും അതിൻ്റെ അടുത്തുണ്ടാവും. ഞാനും ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. അപ്പോൾ അതാണ് എൻ്റെ ഫാമിലെ കാര്യങ്ങളൊക്കെ. ഇനി ഇവർ നേരെ കയറിപ്പോയിട്ട് 1-2 മണിക്കൂർ കുളത്തിൽ കിടക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കയറും. ഇതാണ് എൻ്റെ ഫാമിലെ വിശേഷങ്ങൾ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.